സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ സഹന സമരം തുടരുമ്പോൾ സർക്കാർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ കുടുംബാംഗങ്ങളും. പലരുടെയും വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് പല ഉദ്യോഗാർത്ഥികളും ഇപ്പോഴുള്ള ഈ കാലാവധി അവസാനിക്കാൻ പോകുന്ന റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന പത്തനംതിട്ട ഇടപ്പരിയാര സ്വദേശി ആരതിയുടെ വീട്ടിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഒരു ഉദ്യോഗാർത്ഥി PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ മാതാപിതാക്കളായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടപ്പരിയാരം എന്ന സ്ഥലത്താണ്. നമ്മോടൊപ്പമുള്ളത് മാതാപിതാക്കളായ രവീന്ദ്രൻ, റോസമ്മ എന്നിവരാണ്. ഇവരുടെ മകൾ ആരതി വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. 582ാമത് റാങ്കാണ് ആരതിക്കുള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ആശങ്ക, ഏപ്രിൽ 19 ഈ റാങ്ക് പട്ടികയുടെ കാലാവധി തീരുകയാണ്. മകൾക്ക് സർക്കാർ ജോലി ലഭിക്കുമോ എന്ന ആശങ്കയാണ് ഈ മാതാപിതാക്കളെ ഇപ്പോൾ അലട്ടുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി മകൾ. നല്ല സന്തോഷമായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു മകളല്ലേ അതിനുവേണ്ടി? നല്ലപോലെ ഈ പരീക്ഷയൊക്കെ എഴുതുകയും പിന്നീട് ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരിശീലിച്ച് അവിടെ പിന്നെ കൊടുമണ്ണ് പോയി പരിശീലിച്ച് അങ്ങനെ കിട്ടിയത്. സർക്കാർ ഇപ്പോൾ എന്ത് പറഞ്ഞതായിട്ടാണ് നിങ്ങൾ അറിയുന്നത്? സർക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നതായിട്ട് പത്രങ്ങളിലൊന്നും കാണുന്നില്ല, ന്യൂസായിട്ട് വരുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും വന്നതായിട്ട് അറിയത്തില്ല. ഇദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ വാർദ്ധക്യ സമയമാണ്. മകൾക്ക് ഒരു ജോലി ലഭിച്ചാൽ അത് വീടിന് വലിയ പ്രയോജനപ്രദമാകുമെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. ഇപ്പോൾ മാതാവ് റോസമ്മയും നമ്മോടൊപ്പമുണ്ട്. മകൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നല്ലേ? ഒപ്പം നിങ്ങൾക്കും പ്രതീക്ഷയുണ്ടായിരുന്നു? ആഗ്രഹമായിരുന്നു, പോലീസിൽ വരണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ. അവൾക്കത് മാത്രം മതിയെന്നും പറഞ്ഞ് അവൾ ഇരിക്കുക. അവിടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അവൾ പറയും, എനിക്ക് പോലീസാകണം, എനിക്ക് പോലീസാകണം. അതാണ് അവിടെ ആഗ്രഹം. ഇപ്പോൾ തിരുവനന്തപുരത്ത് സമരത്തിന് പോയിരിക്കുകയാണ് മകൾ ഇപ്പോൾ സമരത്തിന് പോയിരിക്കുക. അവിടെ പോയപ്പോൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞത് ഞാനിത് സാധിച്ചുകൊണ്ടേ വരത്തുള്ളൂ അമ്മേ എന്നാണ് പറഞ്ഞത്. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാർ ഞങ്ങൾക്ക് ഈ ജോലി മറ്റുള്ള കുട്ടികൾക്കെല്ലാം കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മാതാപിതാക്കളെല്ലാം തന്നെ ഇങ്ങനെ ഒരുപക്ഷെ ആശങ്കയിലായിരിക്കും. കാരണം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. നിയമനം ലഭിച്ചില്ലെങ്കിൽ അത് വലിയ വിഷമമായിരിക്കും ഇങ്ങനെയുള്ള മാതാപിതാക്കൾക്കും ഒപ്പം തന്നെ ആ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.